എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജൂണിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചോണ്ട് അവിടെയാണെങ്കിൽ നമ്മുടെ ജൂൺ ആണെങ്കിൽ അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അവൻ ഏലിയൻ ആണെന്ന് റിവീൽ ആക്കും. എന്നാൽ ഇത് കേൾക്കുന്നതും അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവിടുന്ന് ജീവനും കൊണ്ട് ഓടുക ചെയ്യുന്നത്. ഇത് ആലോചിച്ചിട്ടാണ് നമ്മുടെ ജൂൺ ആണെങ്കിൽ ഇപ്പൊ നമ്മളുടെ സോങ്ങിന്റെ അടുത്ത് അവൻ ഏലിയൻ ആണ് എന്നുള്ള കാര്യം റിവീൽ ആക്കിയത് തന്നെ. എന്നാൽ ഇവിടെ നമ്മളുടെ സോങ്ങിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അവൾ അത് കേട്ടിട്ട് ചോദിക്കും, അതിനിപ്പോ ഞാൻ എന്തോ വേണം, നീ എന്നെ എന്താ കൊന്നു കളയോ? ഇത് കേൾക്കുന്ന നമ്മുടെ ജൂണ് പറയും, എന്താ എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റത്തില്ലേ? അപ്പൊ നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും, ഇത്രയും നാളും നീ എന്റെ ജീവൻ രക്ഷിച്ചിട്ട് അവസാന നിമിഷം നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂൺ പറയും, എനിക്ക് അതിനും സാധിക്കും. ഞാനിവിടെ നിന്നെ രക്ഷിക്കാനുള്ള റീസൺ തന്നെ ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ അതേ രൂപമാണ് നിനക്ക്, അതല്ലാണ്ട് വേറൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂൺ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ പുറത്ത് വന്നിരുന്നിട്ട് അവളുടെ കമ്മലും വലിച്ചെറിഞ്ഞ് ആകാശ നോക്കിയിട്ട് പറയും, അവനിപ്പോ ഏലിയൻ ആണെങ്കിൽ എന്തുവാ, എനിക്ക് അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, ഞാൻ അതൊന്നും കെയർ ചെയ്യുന്ന ആളേ അല്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ ജൂൺ ആണെങ്കിൽ മാറി നിന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജൂണും അവന്റെ ഫ്രണ്ടും കൂടി നടന്നു പോകുന്നതാണ്. അവിടെ ആ ഫ്രണ്ട് ചോദിക്കും, നമ്മളുടെ സോങ് ഇത് കേട്ടിട്ട് ഓടിപ്പോയോ എന്ന്. എന്നാൽ നമ്മുടെ സോങ്ങിനൊരു കുലുക്കോ ഇല്ലായിരുന്നു എന്ന് നമ്മുടെ ജൂണ് പറയും. ഉടനെ തന്നെ നമ്മളുടെ ഈ ജൂണിന്റെ ഫ്രണ്ട് ചോദിക്കും, അവളുടെ മെമ്മറി നിങ്ങൾ മായ്ച്ചു കളഞ്ഞോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഏലിയൻസിന് അതിനുള്ള പവർ ഉണ്ട് എന്ന്. എന്നാൽ നമ്മളുടെ ജൂണ് പറയും, എനിക്ക് അങ്ങനെയുള്ള പവേഴ്സ് ഒന്നുമില്ല, ഞാൻ ഉടനെ തന്നെ ഈ ലോകത്ത് നിന്ന് പോയേ പറ്റത്തുള്ളൂ. അതുമല്ല എനിക്ക് സോങ്ങിന്റെ അടുത്ത് ഒരുപാട് അടുക്കാൻ പറ്റത്തില്ല, അവളെ എനിക്ക് എന്റെ ലോകത്തോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല, എനിക്ക് ഇവിടെ നിൽക്കാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഉടനെ തന്നെ നമ്മളുടെ ജൂണിന്റെ ഫ്രണ്ട് ആണെങ്കിൽ പറയും, നിങ്ങൾ ആ ജേക്യോങ്ങിന് കൊടുത്ത ആ ഒരു സത്യം മറക്കരുത്, നിങ്ങൾ യൂറയുടെ കേസിലുള്ള ആ ഒരു കൊലപാതകം നിങ്ങൾ ഏറ്റെടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്, എന്നിട്ടല്ലേ നിങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ ജൂൺ ഇരുന്ന് ആലോചിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ സോങ് ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും, അല്ല നീ എന്തിനാ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നേ, നീ അവൻ്റെ കൂടെയല്ലേ ടൈം സ്പെൻഡ് ചെയ്തത്? ഉടനെ നമ്മുടെ സോങ് ആണെങ്കിൽ പറയും, നീ ഇക്കാര്യം ആരുടെ പറയരുത്, അവനൊരു ഏലിയൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്നേ അവളുടെ ഫ്രണ്ട് പറയും, മിക്കവാറും അവൻ ജസ്റ്റ് നിന്നെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതായിരിക്കും എന്ന്. അപ്പോൾ നമ്മളുടെ സോങ് ചോദിക്കും, അവൻ എങ്ങനെയായിരിക്കും ഗ്ലാസ് പൊട്ടിച്ച്? അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയും, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണോ പാട്, എന്തെങ്കിലും മാജിക് ട്രിക്ക് യൂസ് ചെയ്തതായിരിക്കും, നീ എന്തായിരുന്നാലും അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ട് കളയണ്ടെന്നൊക്കെ നമ്മളുടെ സോങ്ങിന്റെ അടുത്ത് പറയും. അങ്ങനെ നമ്മുടെ സോങ് സത്യം അറിയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവൾ അങ്ങനെ ഒരു മലയുടെ മുകളിൽ വന്ന് എന്നിട്ട് വിളിച്ചു കൂവി പറയും, ജൂൺ എന്നെ രക്ഷിക്കാൻ വരണം, ഞാനിപ്പോൾ അപകടത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ജൂൺ അവിടെ വരത്തൊന്നുമില്ല, അവൻ ക്ലാസ്സിലായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ സോങ് വന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്താ എന്നെ രക്ഷിക്കാൻ വരാഞ്ഞേ, ഞാൻ അപകടത്തിലാണെന്ന് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ടാ വരാഞ്ഞേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ നമ്മളുടെ ജൂൺ വലിയ മറുപടിയൊന്നും കൊടുക്കത്തില്ല. സോങ് അവന്റെ പുറകെ നടക്കും, അവന്റെ കൂടെ കുറെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് അവന്റെ കവിളൊക്കെ പിടിച്ചു നോക്കിയിട്ട് പറയും, നിന്റെ കവിളും മനുഷ്യന്മാരെ പോലെ തന്നെ ആണല്ലോ, ഞാൻ കേട്ടിരിക്കുന്നത് ഏലിയൻ്റെത് ഭയങ്കര എലാസ്റ്റിക് ആയിരിക്കും എന്നൊക്കെയാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജൂൺ പറയാൻ തുടങ്ങും, അങ്ങനെയൊന്നുമില്ല, അതൊന്നും സത്യമല്ല എന്ന്. നമ്മളുടെ സോങ് ആയിരുന്നാലും പല പല മാർഗങ്ങളും ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഇവന്റെ കൂടെ ഒരു ബീച്ചിലായിട്ടൊക്കെ പോവും. അവിടെ നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിന്റെ അടുത്ത് ചോദിക്കും, എന്നെ പോലിരിക്കുന്ന പെൺകുട്ടിയായിരുന്നോ നിന്റെ ഫസ്റ്റ് ലവ്, അതുകൊണ്ടാണോ നീ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂൺ അതേ എന്ന് പറയും. ഉടനെ തന്നെ നമ്മളുടെ സോങ്ങിനങ്ങ് ഒരുമാതിരിയാവും. അവളാണെങ്കിൽ പറയാൻ തുടങ്ങും, എനിക്ക് നീ ഏലിയൻ ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല, ഞാൻ നിന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്, എനിക്ക് നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ലുക്കും ഈ ഒരു രൂപവും തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ നമ്മളുടെ സോങ് പറയും. എന്നാൽ നമ്മളുടെ ജൂൺ ആണെങ്കിൽ പറയും, എനിക്ക് അതിനൊന്നും പറ്റത്തില്ല, ഞാൻ 400 വർഷം വയസ്സുള്ള ഒരാളാണ്, അതേപോലെ തന്നെ ഞാനൊരു ഏലിയനാണ്, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, നീ ആ പെൺകുട്ടിയല്ല എന്നറിഞ്ഞ സമയം തൊട്ടേ എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനവും ഇല്ല എന്ന് പറയും. നമ്മുടെ സോങ് ചോദിക്കും, നിനക്ക് ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂണിൻ്റെ മൈൻഡിൽ കൂടി പോകുന്നത് സോങ്ങുമായിട്ട് സ്പെൻഡ് ചെയ്ത പല പല മൊമെന്റ്സ് ആണ്. അവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, എനിക്ക് നിന്റെ കൂടെ ലൈഫ് ലോങ് ജീവിക്കണമെന്ന ആഗ്രഹം, പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കത്തില്ല എന്ന്. ഇവിടെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ പറയും, ഇല്ല എനിക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്സും ഇല്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ് ഭയങ്കരമായിട്ടങ്ങ് വിഷമിക്കും. അവിടെയായിട്ട് അവൾ പറയും, നീ നിന്റെ ഫസ്റ്റ് ലവിൻ്റെ രൂപം എനിക്കുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമേ എൻ്റെ കൂടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നീ ഭയങ്കര സെൽഫിഷാണ്, എനിക്ക് നിന്നെ ഇനി കാണുകയും വേണ്ട, എനിക്ക് നിന്നോട് ഇനി ഒന്നും സംസാരിക്കാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സോങ് ആണെങ്കിൽ ഭയങ്കര വിഷമിച്ച് അവിടെ നിന്ന് നടന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സോങ് ആണെങ്കിൽ ലിഫ്റ്റിൽ നിൽക്കാൻ നേരത്ത് അവിടെയായിട്ട് ജൂൺ ഉണ്ടായിരുന്നു. അവനെ മൈൻഡ് പോലും ആക്കാണ്ട് അവന് ടാറ്റ പോലും പറയാണ്ട് അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. അവൾ അവനെ വിളിക്കാനോ സംസാരിക്കാനോ റെഡി ആവത്തില്ല. വീട്ടിൽ ചെന്നിട്ട് അവൾ നല്ല ടെൻഷനിലായിരുന്നു. അവൾ നല്ലതുപോലെ ദേഷ്യപ്പെടുകയും ചെയ്യും, ഏലിയനെ പറ്റി കുറേ സെർച്ച് ചെയ്യുകയും ചെയ്യും. അവൾ വിചാരിക്കും, ഇങ്ങനെയൊന്നും നടക്കാനേ പാടില്ലായിരുന്നു എന്ന്.
അവള് ഫുഡ് കഴിക്കാനിരിക്കുന്നതും അവിടെ ഇരുന്ന് നല്ലതുപോലെ കരയാൻ തുടങ്ങും. അവളുടെ അമ്മയായിരുന്നാലും ഇത് കണ്ടിട്ട് ചോദിക്കും, മോളെ നിനക്ക് എന്ത് പറ്റിയെന്ന്. എന്നാൽ നമ്മുടെ സോങ് അവിടെ പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കരയുന്നൊന്നുമില്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ ജൂണിനെ കാണിക്കും. അവൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവൻ അവന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയും, ഞാൻ എന്റെ അപ്പാർട്ട്മെന്റ് വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതല്ലേ, എന്നാൽ അത് വാങ്ങിക്കാൻ ഇപ്പോഴാരും റെഡിയല്ല. എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ റൂമേഴ്സ് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ എന്റെ അപ്പാർട്ട്മെന്റ് വിൽക്കുന്നില്ല എന്ന് പറയും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ ഫ്രണ്ടായിട്ടുള്ള ജേക്യോങ്ങിനെ പിടിച്ചിരുത്തി സംസാരിക്കുന്നതാണ്. അവൾ അവിടെ പറയും, ഡിറ്റക്റ്റീവുമാർ എന്നെ കാണാൻ വേണ്ടി വന്നായിരുന്നു, അവരെന്നോട് പറഞ്ഞത് ജൂണാണ് യൂറയുടെ ബോയ് ഫ്രണ്ട് എന്ന്. എന്നാൽ എനിക്ക് നന്നായിട്ടറിയാം അത് സത്യമല്ല എന്ന്. കാര്യം യൂറയുടെ ബോയ് ഫ്രണ്ട് ആരാന്ന് എനിക്കറിയാം. ഇത് കേൾക്കുന്ന ജേക്യോങ് അത് ആരാന്ന് ചോദിക്കും. അപ്പം നമ്മളുടെ സോങ് പറയും, അത് വേറെ ആരുമല്ല, നിന്റെ ചേട്ടൻ തന്നെയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ജേക്യോങ് നല്ലതുപോലെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഇതും നമ്മളുടെ ജൂൺ നല്ലതുപോലെ കേൾക്കും. അതിനുശേഷം കാണിക്കുന്നത് പോലീസുകാരെയാണ്. അവരാണെങ്കിൽ അവിടെ ഉള്ളൊരു വലിയ ബിൽഡിങ്ങിന്റെ താഴെയായിട്ട് വന്ന് സെർച്ച് ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ജേക്യോങ്ങിന്റെ ചേട്ടനും കാണുന്നുണ്ടായിരുന്നു. അയാളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ജൂണിന് മെസ്സേജ് ഇട്ട് പറയും, നീ എനിക്ക് തന്ന പ്രോമിസ് മറന്നിട്ടില്ലല്ലോ, നീ പോകാനുള്ള ടൈമായി എന്ന്. അതേസമയം തന്നെ നമ്മുടെ ആ ഡിറ്റക്റ്റീവുമാർക്കാണെങ്കിൽ ഒരു നമ്പരും കാര്യങ്ങളൊക്കെ കിട്ടും. അവരതിനെപ്പറ്റി നല്ലതുപോലെ അന്വേഷിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജേക്യോങ് ആയിരുന്നാലും തക്കം കിട്ടുന്ന അവസരം നോക്കിയിട്ട് ജേക്യോങ്ങിന്റെ ചേട്ടന്റെ കാറില്ലേ അതിൻ്റെ അകത്ത് കയറിയിട്ട് ലൊക്കേഷനൊക്കെ നോക്കുന്നതും ഒരു ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോങ് ആണെങ്കിൽ നേരെ ആ മ്യൂസിയത്തിലായിട്ട് വരുന്നതാണ്. അവിടെ വന്നിട്ട് ആ ഹെയർ പിന്നെ തപ്പി നോക്കും. എന്നാൽ അവിടെ എങ്ങും അത് ഉണ്ടായിരുന്നില്ല. അവിടെയായിട്ട് നമ്മുടെ സോങ് വേറൊരു സംഭവം കാണും. എന്താന്ന് വെച്ചാൽ അവിടെ ഉള്ളൊരു ഫോട്ടോയിലായിട്ട് നമ്മുടെ ജൂണിന്റെ മുഖം. ഇത് കാണുന്ന നമ്മുടെ സോങ്ങിന് കൺഫേം ആവും അവനാണെങ്കിൽ ഒരു ഏലിയൻ തന്നെയാണ്. ഇത്രയും പഴക്കമുള്ളൊരു ഫോട്ടോയിൽ അവൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സോങ് നേരെ ജൂണിന്റെ വീടിന്റെ മുമ്പിലായിട്ട് വന്നു നിന്ന് അവനോട് സംസാരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നല്ലതുപോലെ കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. എന്നിട്ട് അവൾ അകത്തോട്ട് കയറി അങ്ങ് പോവും. കയറിപ്പോകുന്ന സമയത്ത് കറക്റ്റ് നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന് നോക്കും. അപ്പം അവിടെ നമ്മുടെ സോങ് ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, മ്യൂസിയത്തിൽ ചെന്ന് നോക്കണം, അവിടെയുള്ളൊരു ഫോട്ടോയിലായിട്ട് നിന്റെ മുഖമുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂൺ നല്ല സർപ്രൈസ്ഡ് ആവും. അവൻ അങ്ങനെ വേഗം തന്നെ മ്യൂസിയത്തിൽ വന്നിട്ട് ആ ഫോട്ടോനെ അങ്ങ് മായ്ച്ചു കളയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ആ ഡിറ്റക്റ്റീവുമാരില്ലേ അവർ തമ്മിൽ സംസാരിക്കുന്നതാണ്. അവരോട് പറയും, നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ പോയ ആ ഒരു ഫാം ഹൗസ് ഇല്ലേ അവിടെ ഞാൻ കൺഫേം ആക്കി യൂറയും അതേപോലെ ജേക്യോങ്ങിന്റെ ചേട്ടനും സ്ഥിരം അവിടെ വരാറുണ്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോങ്ങിന്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ജേക്യോങ്ങിന്റെ ചേട്ടൻ വരുന്നതാണ്. എന്നിട്ട് അയാൾ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തൊക്കെ കൊടുക്കും. എന്നിട്ട് പറയും, എങ്ങനെയെങ്കിലും സോങ്ങിനെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കണം എന്ന്. അതേസമയം തന്നെ നമ്മുടെ സോങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ അടുത്ത ഒരു സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെടുത്തുകൊണ്ടിരുന്നതാണ്. അവൾ അതേപോലെ തന്നെ ജേക്യോങ്ങിന് അവളുടെ ആക്ഷൻ സീനുകളെല്ലാം കാണിച്ചു കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് ഇവള് നേരെ ആ ലൊക്കേഷനിലായിട്ട് വരുന്നതാണ്. ഇവളുടെ അമ്മയും കൂടെയുണ്ട്. അമ്മ ഇവളുടെ അടുത്താണെങ്കിൽ ജേക്യോങ്ങിന്റെ ചേട്ടൻ പറഞ്ഞ ഒരു പ്രപ്പോസലിനെ പറ്റി പറയും. എല്ലാ തവണത്തെയും പോലെ തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അവിടെയായിട്ട് നമ്മുടെ ഡയറക്ടറും അതേപോലെ തന്നെ സിമിയും വരും. ഡയറക്ടർ ആണെങ്കിൽ നമ്മളുടെ സോങ്ങിൻ്റെ അടുത്ത് പറയും, സിമി പറഞ്ഞിട്ടാണ് നിനക്ക് ഞാൻ സപ്പോർട്ടിംഗ് റോള് തരാൻ വേണ്ടിയിട്ട് റെഡി ആയത് എന്ന്. സിമി ആയിരുന്നാലും ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ട് അവിടെ നിന്നങ്ങ് പോകും. അതേസമയം തന്നെ നമ്മളുടെ ജൂണിനെ കാണിക്കും. അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, അതായത് നമ്മളുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആ കേസ് അവൻ ഏറ്റെടുക്കാൻ പോകുക എന്ന്. എന്നാൽ നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന്. എന്നാൽ നമ്മുടെ ജൂൺ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അതേസമയം തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ ഇപ്പോൾ ഷൂട്ടിങ്ങിന് വന്നിരിക്കുകയല്ലേ, അവിടെയായിട്ട് നമ്മുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ്റെ ആ അസിസ്റ്റൻ്റ് ഇല്ലേ അവനും ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജൂൺ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്, അതായത് യൂറയുടെ മരണത്തിന്റെ പിന്നിൽ അവൻ തന്നെയാ എന്ന്. ഇതേ സമയം തന്നെ നമ്മളുടെ സോങ് ആയിരുന്നാലും അവിടെയായിട്ടൊരു ആക്ഷൻ സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നെടുത്ത് ചാടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമായിരുന്നു. അവളുടെ ദേഹത്തായിട്ട് സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ബ്രേക്കായിട്ട് നമ്മുടെ സോങ് തറയെ വന്നങ്ങ് വീഴും. അങ്ങനെ വേഗം തന്നെ അവളെ ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവരും. അതേസമയം തന്നെ ജേക്യോങ്ങിന്റെ ചേട്ടൻ്റെ അടുത്തായിട്ട് അവൻ്റെ അസിസ്റ്റന്റ് വന്നിട്ട് പറയും, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം നടന്നു എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് എല്ലാം തകർന്നു വീഴുന്നത് പോലെ സൗണ്ട് കേൾക്കും. വേറെ ഒന്നുമില്ല, നമ്മളുടെ ജൂണാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവൻ വേഗം തന്നെ നമ്മുടെ ജേക്യോങ്ങിന്റെ ചേട്ടൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് കൊണ്ടുവന്നങ്ങ് നിർത്തും. എന്നിട്ട് അവൻ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന്. ഞാൻ നിന്റെ അടുത്ത് ഞാനല്ല ഏറ്റെടുത്തോളാന്ന് പറഞ്ഞതല്ലേ. ഉടനെ എന്നെ ജേക്യോങ്ങിന്റെ ചേട്ടൻ ചോദിക്കും, നീ എന്നെ പേടിപ്പിക്കുവാണോ എന്ന്.
ഉടനെ തന്നെ നമ്മളുടെ ജൂൺ പറയാൻ തുടങ്ങും, അല്ല നീ എങ്ങനെയാണോ ഇപ്പോൾ സോങ്ങിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത് അതേ രീതിയിൽ ഞാനും നിന്നെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഉള്ള സീനാണ്. അവിടെയായിട്ട് നമ്മളുടെ ജൂണിന്റെ ആ ഫ്രണ്ടില്ലേ അവൻ ഇങ്ങനെ നടന്നു പോകുന്നതും ഒരാൾ വന്ന് ഇവനെ ഇടിച്ചിടും. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജൂണിന്റെ ഫ്രണ്ടിന്റെ ബാഗിലായിട്ട് ഒരു ഒളി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ജൂണും അവന്റെ ഫ്രണ്ടും എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ജെയ്ക്യോങ്ങിന്റെ ചേട്ടനാണെങ്കിൽ ജൂണിനെ വന്ന് കണ്ടിട്ട് ആ കേസ് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മളുടെ ജൂൺ അവിടെ സമ്മതിക്കുകയും ചെയ്യും. എന്നാൽ അവൻ പറയും, നിങ്ങൾ എന്തെങ്കിലും വേറെ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ കൊണ്ട് തന്നെ നിങ്ങൾ ചത്തുപോകൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജെയ്ക്യോങ്ങിനെയാണ്. അവനാണെങ്കിൽ ആ ഹോസ്പിറ്റലെല്ലാം ചെന്ന് തിരക്കി നോക്കും അവൻ്റെ ആ ഏട്ടത്തി അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അവന് അവരെ പറ്റി ഒരു ഇൻഫർമേഷനും കിട്ടത്തില്ല. അതിനുശേഷം കാണിക്കുന്ന സിമിയും അവളുടെ അമ്മയും കൂടി ചേർന്നിട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് പറയുന്നതാ, സോങ് ആണെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടറാന്നുള്ളത് എല്ലാവരും അറിയണം, ന്യൂസിലെല്ലാം വരണോ എന്ന്. അപ്പോൾ അതെല്ലാം ആ ഡയറക്ടർ സമ്മതിച്ചും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കും നമ്മളുടെ ആ ഡിറ്റക്റ്റീവുമാരില്ലേ അവരാണെങ്കിൽ യൂറ വന്നിട്ടുള്ള ആ ഒരു ഫാം ഹൗസിലായിട്ട് വന്ന് നല്ലതുപോലെ തിരക്കുന്നത്. യൂറയാണെങ്കിൽ എപ്പോഴും അവിടെ വരുമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നതും അവിടെ ഉള്ള ഒരാൾ പറയും, അതെ അവളൊരു ചെറുക്കൻ്റെ കൂടെ വരുമായിരുന്നു. ഇത് കേൾക്കുന്നതും ഡിറ്റക്റ്റീവുമാർ കുറേ ചെറുക്കന്മാരുടെ ഫോട്ടോ എടുത്ത് കാണിക്കും. ഇതിനകത്ത് നമ്മളുടെ ജൂണിൻ്റെ ഫോട്ടോ കാണുന്നതും അയാൾ പറയും ഇതായിരുന്നു ആള് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോങ് ആണെങ്കിൽ കിടന്നുറങ്ങാൻ നേരത്ത് അവളെ കാണാൻ വേണ്ടിയിട്ട് ജൂൺ വരുന്നതാണ്. അവൻ അവിടെ വന്ന് അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് കണ്ണു തുറക്കുന്നത് ജൂൺ അവിടെ വന്ന് അപ്രതീക്ഷിതമായങ്ങ് പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ അവളുടെ ബാൽക്കണിയിലായിട്ട് വന്ന് നിൽക്കും. അവിടെയായിട്ട് നമ്മുടെ സിമിയുടെ ബാനർ ഉണ്ടായിരുന്നു. നമ്മുടെ ജൂൺ ആയിരുന്നാലും സ്വന്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇതെല്ലാം നമ്മളുടെ ജൂണും പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ്ങും അവളുടെ അമ്മയും കൂടി അടുത്ത ദിവസം സെറ്റിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്നതാ. അവിടെയായിട്ട് നമ്മളുടെ ജൂണിനെ കാണും. എന്നാൽ നമ്മളുടെ സോങ് അവനെ മൈൻഡൊന്നും ആക്കാണ്ട് നമ്മളുടെ ലിഫ്റ്റിലായിട്ട് കയറി അങ്ങ് നിൽക്കും. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ ചോദിക്കും, നീ അവനുമായിട്ടും പിണക്കമാണോ എന്ന്. അപ്പോൾ നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും, അമ്മ അവനെപ്പറ്റി എൻ്റെ അടുത്ത് സംസാരിക്കരുത്, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ അമ്മ കാര്യം ചോദിക്കുമ്പോൾ നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും, എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്നെ ഇഷ്ടമല്ല എന്ന്. അപ്പോൾ അമ്മ ചോദിക്കും, അപ്പോൾ ജയിക്കോങ്ങോ? അവൾ പറയും, എനിക്ക് വേറൊന്നും അറിയത്തില്ല, എനിക്ക് അവനെയാണ് ഇഷ്ടം, ഞാൻ അവന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പുറത്ത് നിന്നിട്ട് നമ്മളുടെ ജൂൺ കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നേ ജൂണും അവൻ്റെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരുടെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നതാണ്. അവരങ്ങനെ അവിടെ എല്ലാം സമ്മതിച്ചു കൊടുക്കും. അതേസമയം തന്നെ നമ്മുടെ സോങ്ങിനെ അമ്മേനെയും കാണിക്കും. അവിടെ നമ്മളുടെ സോങ്ങിൻ്റെ അമ്മ പറയും, എനിക്ക് നന്നായിട്ടറിയാം നമ്മളുടെ ഈ സിമി ആണെങ്കിൽ നിന്നെ ഇങ്ങനെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ സപ്പോർട്ടിങ് റോളായിട്ട് ചൂസ് ചെയ്തത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ സിമിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള മിഞ്ചിയില്ലേ അവരാണെങ്കിൽ സോങ്ങിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനൊരുങ്ങുന്നതും സിമി അവനെ തടഞ്ഞു നിർത്തിയിട്ട് പറയും, എനിക്ക് ഈ സ്ക്രിപ്റ്റ് പഠിക്കാൻ നീ എന്നെ സഹായിക്കണം എന്ന്. നമ്മളുടെ സോങ് ആയിരുന്നാലും നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ജയിക്കോങ് വരും. അവൻ നമ്മളുടെ സോങ്ങിന് വേണ്ടിയിട്ട് ഫുഡെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ സിമിക്ക് നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. ജയിക്കോങ് ആയിരുന്നാലും ജയിക്കോങ്ങിന്റെ ചേട്ടന്റെ ആ ഒരു ഡ്രൈവറില്ലേ അയാളെ കാണും. അവനത് കാണുന്നതും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവും. പിന്നീട് കാണിക്കുന്ന സോങ് ആണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നെടുത്ത് ചാടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. എന്നാൽ അവളുടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് വർക്ക് ആവാത്തതുകൊണ്ട് തന്നെ അവൾ തറയിലായിട്ട് വീഴാൻ വേണ്ടി വരും. ഇത് കാണുന്നേ നമ്മുടെ ജയിക്കോങ് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടും. രണ്ടുപേരുടെ വന്ന് തറയിൽ വീഴും. രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. ഇവിടെ നമ്മുടെ ജേക്കോങ്ങിനാണെങ്കിൽ സർജറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സോങ്ങിനാണെങ്കിൽ സർജറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവളുടെ ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ട്. അവളുടെ ബ്ലഡും അവളുടെ അമ്മയുടെ ബ്ലഡും തമ്മിൽ മാച്ച് ആവാത്തതുകൊണ്ട് തന്നെ അവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ അച്ഛനാണ് വന്ന് ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ജൂണാണെങ്കിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അവനാണ് യൂറനെ കൊന്നത് എന്നൊക്കെ. എന്നാൽ നമ്മുടെ ഡിറ്റക്റ്റീവ് പറയും, നീ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നീയല്ല അവളെ കൊന്നത് എന്ന്. നീ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ആൾക്കാർ അവിടെ ഇങ്ങനെ തുറന്ന് നടക്കുകയല്ലേ, അതിനെന്തിനാ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവിന് കോൾ വരും. അവിടെയായിട്ട് പറയും, നമ്മുടെ സോങ്ങിന് ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചു, അവളിപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂണാണെങ്കിൽ ഒന്നും നോക്കത്തില്ല. അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടും. പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ ഇവനെ നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരും. എന്നാൽ അവൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അവർ CCTV എടുത്ത് നോക്കുമ്പോൾ എന്തോ നമ്മുടെ ജൂണാണെങ്കിൽ വാതിൽ തുറന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവൻ ആ വാതിലിന് അപ്പുറത്തോട്ട് കടന്നിട്ടില്ല. അവർ വിചാരിക്കും എന്നാൽ ഇതെന്ത് മറിമായോ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവൻ പറയും, നിങ്ങൾ അവനെ നോക്കേണ്ട ആവശ്യമില്ല, അവൻ പോയി കഴിഞ്ഞു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഡിറ്റക്റ്റീവിന് ഓർമ്മ വരും, മുന്നേ ഒരിക്കലും ഇതേപോലെ തന്നെ അല്ലായിരുന്നോ സംഭവിച്ചത്. അപ്പോൾ അയാൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജൂണാണെങ്കിൽ നേരെ വന്ന് സോങ്ങിനെ മീറ്റ് ചെയ്യുന്നതാണ്.
അവളെ ദൂരെ നിന്ന് മാറി നോക്കി കാണും. അതേസമയം തന്നെ നമ്മുടെ ജയ്ക്കുങ്ങിന്റെ ചേട്ടനെ കാണിക്കും. അവനാണെങ്കിൽ ന്യൂസിൽ ഈ റിപ്പോർട്ട് കാണുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ജൂൺ വന്നിട്ട് ഇവന്റെ കോളറിൽ പിടിച്ച് ഇവനെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് കൊണ്ടുവന്ന് പിടിച്ചിരുത്തും. അവൻ ചോദിക്കും, നീ എന്നെ ഇപ്പോൾ വെറുതെ പേടിപ്പിക്കാൻ നോക്കുവല്ലേ? എന്നാ നമ്മുടെ ജൂൺ പറയും, അല്ല, നീ എങ്ങനെയാണോ സോങ്ങിനെ കൊല്ലാൻ നോക്കിയത് അതേപോലെ ഞാൻ നിന്നെ കൊല്ലാൻ നോക്കുവാണ്. ഉടനെ നമ്മുടെ ജയ്ക്കുങ്ങിന്റെ ചേട്ടൻ പറയും, എനിക്ക് നിന്റെ സത്യമല്ല അറിയാം, നീ ഒരു ഏലിയൻ അല്ലേ, നിനക്ക് എന്തൊക്കെയാണ് ശക്തികൾ, അതേപോലെ തന്നെ നിന്റെ വീക്ക്നെസ് എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നെ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരൊറ്റ കോള് മതി, സോങ്ങിനെ ആ സെക്കൻഡിൽ തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സ് കൊന്നു കളയും എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണാണെങ്കിൽ അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് എടുത്തങ്ങ് ഇടും. എന്നാൽ ആ ബിൽഡിങ്ങിന്റെ താഴെയായിട്ട് എത്തുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ വന്നിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അവനെ ചെറുതായിട്ടാണ് താഴോട്ട് എടുത്ത് എറിയുന്നത്. നമ്മുടെ ജൂൺ അവിടെ പറയും, സോങ്ങിന് വല്ലതും പറ്റിയ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡോക്ടേഴ്സ് വന്നിട്ട് നമ്മളുടെ സോങ്ങിന്റെ അച്ഛനടുത്തും അമ്മയടുത്തും പറയുന്നതാണ്, അവളുടെ സർജറിയൊക്കെ കംപ്ലീറ്റ് ആക്കി, പക്ഷേ അവൾക്കാണെങ്കിൽ എപ്പോഴാണ് ബോധം വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അവളെ നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിച്ചു വേണം, നല്ലതുപോലെ കെയർ ചെയ്തോണോ എന്ന്. നമ്മളുടെ സോങ്ങിന്റെ അമ്മയായിരുന്നാലും സോങ്ങിന്റെ അച്ഛനടുത്ത് താങ്ക് യു ഒക്കെ പറയും. അയാൾ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നതും നമ്മുടെ സോങ്ങിന്റെ അമ്മ പറയും, അവൾക്ക് ബോധം വരുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ, അവൾ നിങ്ങളെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ നമ്മളുടെ സോങ്ങിന്റെ അച്ഛനാണെങ്കിൽ അവളുടെ കൈയും പിടിച്ച് അവിടെയായിട്ടിരിക്കും. ആ സമയത്ത് നമ്മളുടെ സോങ് ആണെങ്കിൽ മനസ്സിൽ പറയാൻ തുടങ്ങും, എനിക്ക് മുമ്പൊക്കെ പേടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ എൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു വിളിക്കുന്നത്, എന്നാൽ ഇപ്പം അങ്ങനെയല്ല, എനിക്കിപ്പോൾ വിളിക്കാൻ വേറൊരാളുടെ പേരുണ്ട്, ജൂൺ. അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവനോട് സംസാരിക്കുന്നതും അവൻ്റെ കൂടെ ഇടപഴകുന്നതും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനാണ് എനിക്കിപ്പോൾ എല്ലാം, എൻ്റെ ശക്തിയും എൻ്റെ പേടിയും എല്ലാം അവൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സോങ് ആണെങ്കിൽ മനസ്സിലിങ്ങനെ സംസാരിക്കും. അവൾ പറയും, അവനിപ്പോൾ എന്നോട് ഇഷ്ടമില്ലെങ്കിലും ഞാൻ അവൻ്റെ കൂടെ ഇരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അവനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന്. അതേസമയത്ത് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവിടേക്ക് വരും. അവൻ വന്നിട്ട് പതിയെ വന്ന് നമ്മളുടെ സോങ്ങിൻ്റെ നെറ്റിയിലായിട്ടൊരു ഉമ്മ കൊടുക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.